വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അധികാരമേറിയ ശേഷം ഒരേ ഒരു രാജ്യവുമായിട്ടാണ് ആദ്യം ഉഭയകക്ഷി ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചത്. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയുമായി നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ ആ, ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പക്ഷെ അത് എന്താണെന്ന് അദ്ദേഹം പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ല. 20ഓളം മാധ്യമപ്രവർത്തകർ അദ്ദേഹവുമായിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആ പ്രസ് കോൺഫറൻസിൽ അവർ ചോദിക്കവെയാണ് അദ്ദേഹം ചില സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച നടന്നു എന്ന് വെളിപ്പെടുത്തൽ നടത്തിയത്. അതിലൊന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ വിഷയമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ വിഷയത്തിൽ ജയശങ്കർ പറയുന്നത് ആ, ഉടനെ തന്നെ ഒരു നടപടി ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു സംസാരം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു നയം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ രൂപീകരിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ ഹിന്ദുക്കളുടെ വിഷയത്തിൽ. അത് ഉടനെ തന്നെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാനിലെ വ്യാപാര കരാർ 2019 പാകിസ്ഥാനാണ് നമ്മളുമായിട്ടുള്ള വ്യാപാര ബന്ധം വിച്ഛേദിക്കുന്നത്. അത് പാകിസ്ഥാൻ തന്നെ തുടങ്ങിയാൽ മാത്രമേ ഞങ്ങൾ അതിൽ താല്പര്യം പ്രകടിപ്പിക്കൂ, അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയി വ്യാപാരം തുടങ്ങേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ, അതിൽ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ, അവിടെ നടക്കുന്ന വംശഹത്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശമനം വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഈ ചർച്ച കൊണ്ട്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ കയറിയതുകൊണ്ട്? ഡൊണാൾഡ് ട്രംപ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് റാലിയിൽ ഈ ഹിന്ദുക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഈ ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഒരു നടപടി ബംഗ്ലാദേശ് എടുക്കണം എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ്, അന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് പ്രചരണ വേളയിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്ക് ഈ ജനുവരി 20 ശേഷം അദ്ദേഹം അധികാരമേറ്റെടുത്തതിന് ശേഷം കാണുന്നത്, അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം നടപ്പാക്കുന്നതായിട്ടൊരു നീക്കമാണ് നമ്മൾ പലതും കാണുന്നത്. പ്രത്യേകിച്ച് ഈ കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും. അത് മാത്രമല്ല, ട്രംപ് ഈ നമ്മുടെ ഈ ഏഷ്യയിലെ ഒരു നിർണായക റോളിലേക്ക് ഇന്ത്യയെ കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കത് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, എസ് ജയശങ്കറിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രത്തലവന്റെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് മാത്രവുമല്ല, അതിന്റെ മുൻനിരയിൽ തന്നെ മറ്റ് രാഷ്ട്രങ്ങളുടെ തലവന്മാർക്കൊപ്പം തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ അതെ. മന്ത്രിക്കും ഇരിപ്പിടം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ പലരും അതിനകത്ത് ചോദിച്ചിരുന്നു, നരേന്ദ്രമോദി പങ്കെടുത്തില്ലോ, നരേന്ദ്രമോദിയെ വിളിക്കാത്തവിടെ ട്രംപ് വേണമെങ്കിൽ. പക്ഷെ ഇന്ത്യയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ലോകത്ത് എവിടെ സത്യപ്രതിജ്ഞ പുതിയ സർക്കാർ അധികാരം നൽകുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ രീതി അനുസരിച്ച് ഇവിടുന്ന് വിദേശകാര്യ മന്ത്രി മാത്രമാണ് പങ്കെടുക്കാറുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന രീതി നമുക്ക് ഇല്ല. അപ്പോ ഈ ഒരു നമുക്ക് ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം. ഇറാനിൽ പുതിയ പ്രധാനമന്ത്രി ചാർജ് എടുക്കുമ്പോഴും അന്നും അവിടെ നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ് പോയത്. നമ്മുടെ ഈ മറ്റേ ഹനിയ കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു, മറ്റേ ഇറാനിൽ വെച്ചിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി അധികാരം. അതെ അതെ. അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി, നമ്മുടെ പ്രോട്ടോകോൾ അതാണ്. അപ്പൊ അന്ന് പിന്നെ മുൻപന്തിയിൽ, അതായത് മുൻനിരയിൽ സീറ്റ് കിട്ടി എന്ന് മാത്രമല്ല, അന്ന് നരേന്ദ്രമോദിയുടെ സന്ദേശം ജയശങ്കർ വായിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ക്വാഡ് ഉച്ചകോടിയുടെ ഒരു മീറ്റിംഗ് അവിടെ നടക്കുന്നു. ആ മീറ്റിംഗിന് തൊട്ടു പിന്നാലെ ജയശങ്കർ അവിടെ തന്നെ തങ്ങിക്കൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റുബിയോയുമായിട്ട് ചർച്ച നടത്തുന്നു. അതിനുശേഷം ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു സുപ്രധാനമായ ഒരു വാർത്ത കൂടിയുണ്ട്. ഫെബ്രുവരി 11 ഇറ്റലിയിൽ വെച്ചിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അവിടെ ഈ AI-യുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു രാഷ്ട്രത്തലവന്മാരുടെ ഒരു മീറ്റിംഗ് നടക്കുന്നു. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ച് ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ട്രംപ് അധികാരമേറ്റതിന് ശേഷം ആദ്യമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രത്തലവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും. കാരണം മുൻപ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ചൈനയുമായിട്ടുള്ള ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും ആദ്യം എന്നാണല്ലോ നമ്മൾ കേട്ടിരുന്നത്. അത് എന്ന് മാറിയോ? പറഞ്ഞു. പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ അറിയുന്ന ഒരു വിവരം, ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ AI-യുടെ മീറ്റിംഗ്, അതായത് ഈ അതിന്റെ രാഷ്ട്രത്തലവന്മാരുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. അവിടേക്ക് ഡൊണാൾഡ് ട്രംപും എത്തുന്നു. അവിടെ വെച്ചൊരു ഹ്രസ്വ കൂടിക്കാഴ്ച നടക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ട്രംപ് അധികാരമേറ്റെടുത്ത ആദ്യം കാണുന്ന രാഷ്ട്രത്തലവൻ നരേന്ദ്രമോദി തന്നെ ആയിരിക്കും. മറ്റു നമ്മൾ വാർത്ത കേട്ടു, ധനുഷ് പറഞ്ഞത് ശരിയാണ്, ചൈനയിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ ഇന്ത്യയെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കിക്കൊണ്ടാണ് ട്രംപ് ഈ ഏഷ്യ, പ്രത്യേകിച്ച് കിഴക്കൻ ഏഷ്യയിലേക്ക് അമേരിക്കയുടെ ഒരു മൂവ്മെന്റ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം അവരിപ്പോൾ കുറെ നയങ്ങൾ കൊണ്ടുവരുന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു നയം കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ
വളരെ തന്ത്രപൂർവ്വമാണ് ഇന്ത്യ തുടക്കം മുതലേ നീങ്ങുന്നത്. നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പ്രസിഡന്റ്, ഒരിക്കലും ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസിഡന്റ് അല്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോ അദ്ദേഹം നീക്കുന്ന ഓരോ കരുക്കളും കൃത്യമായിട്ട് തന്നെ ഇന്ത്യ അതിനനുസരിച്ച് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്ന് ഈ കുടിയേറ്റക്കാരെ പുറത്താക്കും എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനവും, ഒപ്പം മെക്സിക്കോ അതിർത്തിയിലേക്ക് സൈന്യത്തെ അയക്കുകയും ആൾക്കാരെ പുറത്താക്കാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് പള്ളിയിലോ സ്കൂളിലോ എവിടെയാണെന്ന് നോക്കണ്ട, അനധികൃത കുടിയേറ്റക്കാരുണ്ട് അപ്പോഴേ പൊക്കിക്കോളൂ. കാരണം ഈ അധ്യാപകരായിട്ടും ഒപ്പം തന്നെ ഈ പള്ളിയിലെ പുരോഹിതരായിട്ടും ഒക്കെ വന്നവരുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട, എല്ലാവരെയും പൊക്കി പുറത്താക്കിക്കോ എന്നാ പറയുന്നത്. അപ്പൊ വളരെ കർശനമായിട്ട് നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴേക്കും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു, ഇന്ത്യയിൽ നിന്നുള്ള 18,000-ഓളം അനധികൃതമായി, അതായത് ലീഗൽ അല്ലാത്ത പേപ്പറുകളുള്ള ആളുകൾ അമേരിക്കയിലുണ്ട് എന്ന് പറയുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുന്നു, ശരി, ഞങ്ങളുടെ പൗരന്മാരാണ്, ഞങ്ങൾ അവരെ കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ റെഡിയാണ് അവരെ കൊണ്ടുവരാൻ, ഞങ്ങൾക്ക് ആ ലിസ്റ്റ് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, അതിലുള്ള അത് നമ്മൾ ആ ഡിമാൻഡ് അംഗീകരിക്കുന്നു. ആ ഡിമാൻഡ് നമ്മൾ അംഗീകരിക്കുമ്പോഴേക്കും നമുക്കൊരു ലക്ഷ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇന്നലെ നടന്ന ചർച്ചയിൽ അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ചാർജ് എടുത്തിട്ട്, അതായത് അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ ഏറിയിട്ട് ഇന്നേക്ക് 4 ദിവസം മാത്രം തികയുന്നതിനിടയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി, അതായത് എനിക്ക് തോന്നുന്നു ലോക രാജ്യങ്ങളിൽ ഒരു അന്താരാഷ്ട്ര കൂടിക്കാഴ്ചയും കാര്യങ്ങളും ഒരു നിർണായക നീക്കങ്ങൾ ഈ 4 ദിവസത്തിനുള്ളിൽ, അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിലേറി 4 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി നടത്തിയ ഒരു നിർണായക നീക്കങ്ങളാണ്. അത് പ്രധാനമായും കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന വിഷയം. രണ്ട്, അമേരിക്കയിലേക്കുള്ള നമ്മുടെ വിസയുടെ കാലയളവ്, ഇപ്പൊ നമ്മൾ വിസയ്ക്കൊക്കെ അപേക്ഷിച്ച് 400 ദിവസം വരെ എടുക്കുന്നുണ്ട്, അത് കുറയ്ക്കണമെന്നുള്ള നമ്മുടെ ഒരു ഡിമാൻഡ്. പിന്നെ നിർണായകമായി മാറുന്ന ധനുഷ് പറഞ്ഞ ബംഗ്ലാദേശ് ഇഷ്യൂ, പിന്നുള്ളത് പാകിസ്ഥാൻ ഇഷ്യൂ ആണ്. ഈ ബംഗ്ലാദേശിന്റെ ഇഷ്യൂ നമ്മൾ അത് ഇവരുമായി ചർച്ച ചെയ്തിരുന്നു. അപ്പൊ 20ഓളം വരുന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരുടെ മുൻപിലാണ് ജയശങ്കർ അവരുടെ ചോദ്യത്തിനാണ് മറുപടി നൽകിയത്. അദ്ദേഹം അതിൽ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിയില്ല, ബംഗ്ലാദേശ് വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അതിനൊരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് പറയാൻ കഴിയില്ല. ശരിയാണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെ രാജ്യത്തിലുള്ള സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയാറുമില്ല, മാധ്യമങ്ങളോട്ട് അത് ചോദിക്കാറുമില്ല. ഇവിടെ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നത്, പാകിസ്ഥാനോട് അമേരിക്ക എടുത്ത ഒരു നയം ഒരുപക്ഷെ ബംഗ്ലാദേശിനോട് അമേരിക്ക എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ പാകിസ്ഥാന്റെ ഫണ്ടുകളൊന്നും കിട്ടാത്ത തരത്തിലേക്ക് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പെടുത്തുകയായിരുന്നു. പെട്ടെന്ന് നമുക്ക് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഒരു രാജ്യത്തെ പെടുത്താൻ കഴിയില്ല. ഘട്ടം ഘട്ടമായിട്ടാണ് അവരെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവരെ പെടുത്തുന്നത്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിന്റെ പേരിൽ അവരുടെ ഈ ഒരു ക്രൈറ്റീരിയ, അതായത് അവർക്ക് ഈ ഫണ്ടുകളും മറ്റും ലഭിക്കാനുള്ള ക്രൈറ്റീരിയയിലെ ആ ഒരു പോയിന്റ് ഇവർക്ക് താഴോട്ട് പോകും. ഒന്ന്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും മറ്റുമൊക്കെ ആണ് അടുത്ത ഒരു ക്രൈറ്റീരിയ. പിന്നെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ ഭീകരവാദികളെ വളർത്തുക, അവിടെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവര് ഈ മറ്റ് ലോക ബാങ്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഫണ്ട് നൽകാനുള്ള ആ ഒരു ക്രൈറ്റീരിയകൾ താഴെ പോകും. വളരെ ലളിതമായി പറഞ്ഞ സിവിൽ സ്കോർ എന്ന് നമുക്ക് ലളിതമായി പറയാം, സിവിൽ സ്കോർ അല്ല, ഞാൻ അത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. സിവിൽ സ്കോർ കുറവാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടില്ല. ഈ മെത്തേഡ് തന്നെയാണ് ഈ രാജ്യങ്ങൾക്ക്. പാകിസ്ഥാൻ ബ്ലാക്ക് ലിസ്റ്റിലായിരുന്നു, അവിടുന്ന് ഗ്രേ ലിസ്റ്റിലേക്ക് പതുക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഫണ്ട് അവർക്ക് കിട്ടും. ഈ രീതിയിലേക്ക് ഉടനടി ഒരു ആക്ഷൻ എടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അമേരിക്ക. അങ്ങനെ ഒരു ആക്ഷൻ അമേരിക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ GCC രാജ്യങ്ങൾ അടക്കം പിന്നെ തിരിഞ്ഞു പോലും ബംഗ്ലാദേശിലേക്ക് നോക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു ഉപരോധം അമേരിക്കക്ക് സിമ്പിൾ ആയിട്ട് ബംഗ്ലാദേശിന് മേൽ എടുക്കാൻ കഴിയും. കാരണം അത്ര വലിയൊരു ട്രേഡിങ്ങോ മറ്റൊന്നും അമേരിക്കയുമായിട്ട് ബംഗ്ലാദേശ് എടുക്കുന്നില്ല. കാരണം നമുക്കറിയാം, ഇന്ത്യ പോലൊരു വലിയ രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തിയവരാണ് അമേരിക്ക, നമ്മള് പൊക്രാണില്. അപ്പം സ്വാഭാവികമായി ബംഗ്ലാദേശിനെതിരെ ഉപരോധം ഒക്കെ പ്രഖ്യാപിക്കാൻ അവർക്ക് വലിയ മടിയും താമസവും ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ട്രംപിന് ഒട്ടും ടൈം എടുക്കേണ്ടി വരില്ല. ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് വലിയ പ്രതിസന്ധി ആയിരിക്കും, മുമ്പോട്ട് പോവുക വലിയ പ്രയാസകരമായിരിക്കും. ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു വാർത്ത കൂടിയുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം അസാമിൽ വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ബംഗ്ലാദേശിന്റെ സെക്യൂരിറ്റി ഫോഴ്സും തമ്മിൽ ഒരു ചർച്ച നടക്കുകയുണ്ടായി. അതായത് രമ്യതയിൽ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ക്രിമിനൽസിന്റെ വരവ് തടയുന്ന രീതിയിലേക്ക് ഒരു രമ്യതയിൽ പോകുന്നു. ഇല്ലെങ്കിൽ തന്നെയും ബംഗ്ലാദേശ് സ്വതന്ത്രമായതിനു ശേഷം ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും BSF വളരെ സ്നേഹത്തിൽ തന്നെയാണ് പോകുന്നത്. അവര് തമ്മിൽ പരസ്പരം വെടിവെച്ചതായിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണം നടന്നതായിട്ടോ ഇന്നേ വരെ നമ്മൾ വാർത്തകളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴും അവർ ആ സൗഹൃദത്തിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. അതായിരിക്കാം കഴിഞ്ഞ ദിവസം ധനുഷ് ബംഗ്ലാദേശി സൈന്യം ഇന്ത്യൻ നിയന്ത്രണത്തിലാണ് എന്ന് അവിടുത്തെ ആളുകൾ പറയുന്നതിന് കാരണം അതായി.
അപ്പോൾ കുറെ ഡീൽസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മുൻപോട്ട് വരാം. കാരണം ഒരു വലിയ വാണിംഗ് അമേരിക്കയുടേത് ബംഗ്ലാദേശിന് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരു നിലയിലേക്ക് ബംഗ്ലാദേശിന് മാറേണ്ടി വരാം. ഒന്ന്. രണ്ടാമത്തേത്, നമ്മൾ മുൻപ് പലവട്ടം ഒരു ഡിസ്കഷൻ നടത്തിയ മിലിറ്ററി പട്ടാള ഭരണത്തിലേക്ക് ബംഗ്ലാദേശ് നീങ്ങാനുള്ള സാധ്യതകളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ കൂടുതൽ കാണുന്നത്. അതിന് ഞാൻ അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈന്യം ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടില്ല ഇത്രയും നാൾക്കകം. പിന്നെ സൈന്യം മാക്സിമം ഇന്ത്യൻ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ഒക്കെ ആയിട്ട് തന്നെ വളരെ രമ്യതയിൽ മുമ്പോട്ട് പോകുന്ന ഒരു നയവും നിലപാടുകളും മുമ്പോട്ട് പോകും. എസ് ജയശങ്കർ നടത്തുന്ന ഈ നീക്കങ്ങൾ ഞങ്ങൾ ഒരു ഫോർമുലയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ജയശങ്കർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ അമേരിക്ക ഇവർക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്തുകയോ ഇവരെ ഇല്ലെങ്കിൽ മറ്റ് ലോകബാങ്കിന്റെ അടക്കമുള്ള ഫണ്ടുകൾ കിട്ടുന്ന ക്രൈറ്റീരിയയിൽ നിന്ന് താഴേക്ക്, അവരുടെ റേറ്റിംഗ് താഴേക്ക് കുറയ്ക്കുന്ന നടപടികളിലേക്ക് പോകാം. ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇതിൽ കാണുന്നത്. ഏതായാലും ഉടനടി ഒരു നടപടി ട്രംപ് എടുത്തേ മതിയാകും, എടുക്കുകയും ചെയ്യും. കാരണം ട്രംപ് ഇപ്പോൾ ഉടൻ തന്നെ ഈ കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത് പോലെ തന്നെ താരിഫ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ആ താരിഫ് പ്രഖ്യാപനം കൂടെ വരികയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ ഇന്ത്യയും ഒക്കെ ആയിട്ട് ഇന്ത്യയും കുറെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെന്നാണ് നമുക്ക് പുറത്തുനിന്ന് വരുന്ന വാർത്തകൾ. കാരണം ഇപ്പം ഈ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്കൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഇറക്കുമതിക്കായി നമ്മുടെ വിപണികൾ കുറച്ചുകൂടെ തുറന്നു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് താരിഫിൽ ചില കാര്യങ്ങൾക്ക് ഒരു ഇളവ് ലഭിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്ത്യ കിട്ടുന്ന അവസരം നന്നായി മുതലെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുതലാക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അതിൽ ആദ്യത്തെ നടപടി ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ഒരു നടപടി, അത് അധികം വൈകില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഒരാഴ്ചക്കകം എങ്കിലും കുറഞ്ഞത്. കാരണം പ്രധാനമന്ത്രി ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ്, 11-ാം തീയതി മറ്റോ ആണ് ഈ AIയുടെ സമ്മേളനത്തിന് പോകുന്നത്. അപ്പൊ അതിന് മുമ്പൊരു തീരുമാനം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. ഇല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് ഒരു പ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ട്. അത് നിരോധനമാണോ, അതോ ഇവരെ ഡീഗ്രേഡ് ചെയ്യുന്നതാണോ, അതോ ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ ഒരു പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുക്കലാണോ എന്നുള്ളത്. കാരണം പട്ടാള ഭരണം ബംഗ്ലാദേശിൽ വരണമെങ്കിൽ ഒരു അരമണിക്കൂറിന്റെ പോലും താമസം ഇല്ല. കാരണം ഓൾറെഡി അവർക്ക്, കാരണം ഇപ്പൊ ഇരിക്കുന്ന ഒരു ദുർബലമായ ഒരു ഭരണകൂടമാണ്. ഒരു ഭരണകൂടം എന്ന് ഇന്ത്യ പോലും അവരെ അംഗീകരിക്കുന്നില്ല. അവര് തന്നെ അവരെ വിശേഷിപ്പിക്കുന്നത് ഇടക്കാല സർക്കാരാണെന്നാണ്. അതായത് അടുത്ത ഒരു സിസ്റ്റം വരുന്നവരെ ഇരിക്കുന്നത് താൽക്കാലിക സിസ്റ്റം. അപ്പൊ അതിനെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു പട്ടാള ഭരണം വരണമെങ്കിൽ രക്തരൂഷിതമൊന്നും അല്ലല്ലോ. ജസ്റ്റ് അവർ കയറിയിരിക്കുക, അനൗൺസ് ചെയ്യുക, അത്ര ഒരു സാധനത്തിലേക്ക് മാത്രമാണ്. നമ്മള് രക്തരൂഷിതം എന്ന് പറയാനായിട്ട് നമ്മൾ കൂടുതലും ഈ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് അത്ര പട്ടാള അട്ടിമറികൾ നമ്മൾ രക്തരൂഷിതമാണെന്ന് പറയാം. ബാക്കി നമ്മുടെ ഒരു ഏഷ്യൻ രാജ്യങ്ങളിലൊന്നും അങ്ങനെ രക്തരൂഷിതമായിട്ടുള്ള ഒരു പട്ടാള അട്ടിമറികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പാകിസ്ഥാനിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. അപ്പൊ അതുപോലെ സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായിരുന്നാലും ഡൊണാൾഡ് ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കാര്യമാണ് പറഞ്ഞത്, ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിന്ദു ആൻഡ് ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അതുകൊണ്ട് ഹിന്ദുക്കളുടെ ഒരു ഗ്രേറ്റ് ഫാൻ ആയതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യ അതിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.